മെയ് 11 മാതൃദിനമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പണ്ടത്തെ ഉള്ള അമ്മമാർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. മെയ് 11 മാതൃദിനമാണ് എന്നൊന്നും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാരും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഭർത്താവിനൊക്കെ 2ാം സ്ഥാനമേ കൊടുക്കുകയുള്ളൂ. നമുക്ക് മക്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആദ്യ സ്ഥാനം മക്കൾക്കാണ്, അല്ലേ? അത് ഭർത്താക്കന്മാർ പലപ്പോഴും പല ഭാര്യമാരോടും പരാതി പറയുന്നത്, നിനക്ക് മക്കൾ പോയിട്ടേ ഉള്ളൂ ഞാൻ പോലും എന്നുള്ളത് പറയും. അതാണ് അമ്മ എന്ന് പറയുന്ന ഒരു സത്യം. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി ആര് എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? അത് അമ്മ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. മക്കൾക്ക് എന്താവശ്യത്തിനും മക്കളുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണാൽ പോലും ഒരു അമ്മമാരും സഹിക്കില്ല. അതെന്തുകൊണ്ടാണ്? മക്കളോടുള്ള ആ സ്നേഹ കൂടുതൽ കൊണ്ടാണ്. എന്നാൽ അച്ഛന് സ്നേഹമില്ലേ എന്ന് ചോദിക്കും. ഉണ്ട്. എന്നാലും മക്കളോടുള്ള കരുതൽ അമ്മമാർക്കുള്ളതുപോലെ ഇനി ആർക്കും ലോകത്ത് വരത്തില്ല, അല്ലേ? പക്ഷേ മക്കൾക്ക് ആ ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വൃദ്ധസദനങ്ങളൊന്നും കാണത്തില്ലായിരുന്നു. എത്രയോ അമ്മമാരാണ് വൃദ്ധസദനത്തിൽ ജീവിക്കുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. മക്കൾ പറയും, വയസ്സാവുമ്പോൾ അമ്മ വൃദ്ധസദനത്തിലോട്ട് വയ്ക്കോ എന്ന് പറയുന്ന മക്കളാണ് ഇന്ന് കൂടുതലും ഉള്ളത്. പക്ഷെ അവരത് വിചാരിക്കണം, അടുത്ത തലമുറയും നമുക്കും അവസ്ഥ ഇതായിരിക്കും എന്നുള്ളത് ഈ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. മക്കളുടെ കാര്യം പറയുമ്പോൾ, മക്കളെ വളർത്തി വലുതാക്കി ഇത്ര നല്ല ഉദ്യോഗസ്ഥരാക്കി എന്നൊക്കെ പറയുമ്പം അച്ഛന്മാർ ചോദിക്കും, എന്താ അതിലൊന്നും ഞങ്ങൾക്ക് റോളില്ലേ എന്ന്. റോളുണ്ട്. എന്നാലും മക്കൾ അമ്മമാരോട് പറയുന്നത് പോലെ ഒരിക്കലും അച്ഛനോട് മനസ്സ് തുറക്കില്ല. അത് പെൺകുട്ടിയായാലും ശരി തന്നെയാണ്, ആൺകുട്ടിയായാലും ശരി തന്നെയാണ്. ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കുന്നത് അത് അമ്മയോടായിരിക്കും. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് ബന്ധമാണ് അമ്മയും മക്കളും തമ്മിൽ. അതിൻ്റെ അതുകൊണ്ടാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മമാരോട് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്, അല്ലേ? ഉദാഹരണമായി നമ്മുടെ ഭൂമിയിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ അത് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ആദ്യം അത് ഭൂമിയിൽ പിറക്കുന്നത്. അച്ഛാ എന്ന് വിളിച്ച് ഒരു കുഞ്ഞ് ജനിച്ച ചരിത്രമേ ഇല്ല, അല്ലേ? അത് ഒരു പ്രപഞ്ച സത്യമാണ്. അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്നുള്ളതാണ് ഈ ജനന സമയത്ത് പോലും അമ്മയെ എന്ന് വിളിച്ചുള്ള ഈ കുഞ്ഞുങ്ങളുടെ ജനനം. മക്കളുടെ ഓരോ ആവശ്യങ്ങളും കയ്യിൽ കാശില്ലെങ്കിലും കടമെങ്കിലും വാങ്ങി അമ്മമാർ അത് സാധിച്ചു കൊടുക്കും. കടം കൊണ്ട് അമ്മമാർ മൂടുമ്പോഴായിരിക്കും അച്ഛൻ ചോദിക്കുന്നത്, എങ്ങനെ നിനക്ക് ഈ കടം വന്നു എന്ന്. അപ്പോഴും അവർ മക്കളെ ഒറ്റിക്കൊടുക്കില്ല. എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി എന്ന് മാത്രമേ അമ്മമാർ പറയുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ അമ്മ എന്ന് പറയുന്നത്, അല്ലേ? ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും മക്കൾക്ക് വേണ്ടി ചിലവാക്കി അവർക്ക് നല്ല ഡ്രസ്സിട്ട് കൊടുത്തു, നല്ല ഉദ്യോഗസ്ഥരാക്കി, പഠിപ്പിച്ച നല്ല ഉദ്യോഗസ്ഥരാക്കി അവരെ ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു അമ്മയുടെയും ആഗ്രഹം. അതെല്ലാം എത്തിക്കഴിയുമ്പോഴോ മക്കളോ ഇന്നത്തെ തലമുറയിൽ ഒരു 50% അല്ല കൂടുതൽ പേരും ഇപ്പോൾ അമ്മമാർ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. കുട്ടികളങ്ങ് വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ വിദേശത്ത് പോകണ്ട, നമുക്ക് നാട്ടിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അമ്മ എന്നുള്ളത് അവർക്ക് 2ാം സ്ഥാനമേ വരുന്നുള്ളൂ. 2ാം സ്ഥാനവും ഇല്ല. അവരുടെ ചില മക്കളുടെ മനസ്സിൻ്റെ കോണിൽ പോലും അമ്മ എന്നുള്ളൊരു ഒരു ചിത്രം ഇല്ല. അങ്ങനെ ഒരിക്കലും ഇന്നത്തെ മക്കളാകാൻ പാടില്ല, ഏതൊരു അമ്മയായാലും. അത് ഇപ്പോഴത്തെ അമ്മമാർക്കറിയാം. കുഞ്ഞ് 2, 3, 4, 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിയാണ് അവർ വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് പണ്ടത്തെ അമ്മമാരും പഴയ അമ്മമാരും അല്ലെങ്കിൽ അമ്മായിയമ്മമാരെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇതുപോലെ തന്നെ എന്ന് അവർ ഇന്നത്തെ തലമുറ മനസ്സിലാക്കി ജീവിക്കണം. മാതൃദിനത്തിൽ മാത്രമല്ല അമ്മമാരെ ഓർക്കേണ്ടത്, എല്ലാ ദിവസവും മനസ്സിൻ്റെ കോണിൽ അമ്മ എന്നുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയും അതുപോലെ നിങ്ങളെ ഇപ്പോഴത്തെ അമ്മമാരെ അതുപോലെ പരിരക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു മാതൃദിനം, എല്ലാ മക്കളും അമ്മമാരെ മനസ്സിൻ്റെ ഒരു കോണിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു മാതൃദിനം ആവട്ടെ ഈ വർഷം മുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.